പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ, അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ തിരുവചനം ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ലോകത്തിൻ്റെ അതിർത്തിയോളോളം എൻ്റെ വചനത്തിന് നിങ്ങൾ സാക്ഷികളാകണമെന്ന അങ്ങയുടെ കൽപ്പനയെ ശിരസാ വഹിച്ച് ഈ തിരുവചനം ശുശ്രൂഷയിലൂടെ ലോകമെമ്പാടും അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിശുദ്ധീകരിക്കുകയും സുഖപ്പെടുത്തുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയമായി നാം സ്വീകരിക്കുകയാണ്. വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. തിരുവചനത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ 2 വ്യക്തികളെക്കുറിച്ച് ഈശോ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ഒരു ആത്മീയ മനുഷ്യനാണ്, മറ്റൊന്ന് ഭൗതിക മനുഷ്യനാണ്, ഈ ലോകത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി. ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം നാം ഏത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ആത്മപരിശോധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മെ നയിക്കുന്നത് ഏതാത്മാവാണ്? നാം സ്വീകരിച്ചത് ഏതാത്മാവിനെയാണ്? മാമോദിസ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് സ്വന്തമാക്കി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. എന്നാൽ ജീവിതത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ഒരു പക്ഷേ ആ ഒരു നയിക്കപ്പെടലിന് തന്നെ വിട്ടുകൊടുക്കാതെ ഒരു ബ്ലോക്ക് സൃഷ്ടിച്ചിട്ട് ഈ ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന അനുഭവങ്ങൾ ചിലപ്പോഴെങ്കിലുമൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഏത് ആത്മാവിനാലാണ് ഞാൻ ഇപ്പോൾ നയിക്കപ്പെടുന്നതെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരാത്മപരിശോധന നടത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് വെളിച്ചം തരണമേ എന്ന്, ദൈവിക ജ്ഞാനം തരണമേ എന്ന്, ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഒരു ഉൾപ്രകാശം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വചനം ഓർമ്മപ്പെടുത്തുകയാണ്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വലിയ ആത്മീയ സത്യം ദൈവം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്. ദൈവം നമുക്കായി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. വചനം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്
മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിക്കാനായിട്ട് അവന് സാധ്യമല്ല. മാനുഷികമായ രീതിയിൽ ലോകത്തിൻ്റെ ആത്മാവിനാൽ അവനത് വിവേചിച്ചറിയാൻ സാധ്യമല്ല. അവൻ്റെ നഗ്നമായ കണ്ണുകൾക്ക് ആ സ്വർഗീയ ദർശനം അനുഭവവേദ്യമല്ല. ദൈവം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കാൻ, കാണാൻ അവൻ്റെ ഈ ഭൗതികമായ ഈ കണ്ണുകൾക്ക് സാധ്യമല്ല. അവൻ്റെ ഈ കാതുകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്ത ഒരു നിഗൂഢമായ ഒരു രഹസ്യമാണ്, ഒരു നിഗൂഢമായ സത്യമാണ്, ഒരു വലിയ അനുഭവമാണ്, ഒരു അത്ഭുതമാണ് ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. എന്നിട്ട് വചനം പറയുകയാണ്, എന്നാൽ നമുക്ക് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആര് മുഖേന? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇത് തിരിച്ചറിയാനായിട്ട് ജ്ഞാനം ലഭിച്ച, ആത്മാവിനോട് തുറവിയുള്ള, ദൈവത്തിൻ്റെ ആത്മാവിനോട് തുറവിയുള്ള ഒരാത്മാവ് സ്വർഗീയ സത്യങ്ങൾ തിരിച്ചറിയുന്നു. അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമ്പോൾ, നന്മയുടെയും തിന്മയുടെയും പാതയിലൂടെ നടന്നു പോകുമ്പോൾ, അങ്ങനെ നടക്കേണ്ടി വരുമ്പോഴൊക്കെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് നമ്മുടെ മുമ്പിൽ. ഇതാണ് നന്മ, ഇതാണ് വഴി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നില്ലേ, നാം പോകുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതാണ് വഴി, ഇതിലെയാണ് പോകേണ്ടത്, ഇത് നാശത്തിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ ഇത് നന്മയിലേക്കുള്ളതാണ്. ഈ ഒരു സ്വരം നമ്മുടെ കാതുകൾക്ക് പിന്നിൽ മുഴങ്ങുന്നുണ്ട്. ഇത് കേൾക്കാനായിട്ട് ഒരു ആത്മീയ പൈതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒരു ബന്ധം പുലർത്തണം നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ഈ ആത്മാവുമായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് എന്തുമാത്രം വ്യക്തിബന്ധം നമ്മിൽ ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാനെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കണമെങ്കിൽ, സാധിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്കറിയാം അതിനൊരു അടയാളമുണ്ട്. ഈ പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. ഒരിഷ്ടം കൂടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിനെക്കുറിച്ചുള്ള ചിന്ത, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ എന്ന് ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥന. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നയിക്കണേ, എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ, അല്ലെങ്കിൽ ഈ നിഗൂഢത കാര്യങ്ങൾ ഗ്രഹിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ പരിശുദ്ധാത്മാവെ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഒരു ചിന്ത, ഒരു പ്രാർത്ഥന, ഒരു രോദനം ഉള്ളിൽ നിന്ന്, ഇതൊക്കെ നമ്മിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ളതാണ്. നിനക്ക് ശുഭമായ ഭാവിയും ഐശ്വര്യം നിറഞ്ഞൊരു ജീവിതവും നൽകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ ഒരു ദൈവത്തിൻ്റെ നിഗൂഢമായ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിഗൂഢമായ ഈ പദ്ധതി നമുക്ക് മനസ്സിലാവുന്നത് ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുമ്പോൾ നമുക്കുള്ള ലാഭം എന്താണ്? ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകും. ഉറ്റ സുഹൃത്ത്, ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും, പ്ലസ് ഒരു ഉറ്റ സുഹൃത്തുണ്ടാകും. ആ ഉറ്റ സുഹൃത്ത് എന്തെങ്കിലും ഒരു രഹസ്യം അറിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആ കാര്യം അറിയുന്നു. എങ്ങനെയാണ്? ഉറ്റ സുഹൃത്ത് വഴിയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട്, പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു ഉറ്റ ബന്ധമുണ്ടെങ്കിൽ, ഒരു ഉറ്റ സുഹൃത്ത് എന്നതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ആയിത്തീരുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഒരു ജീവിതത്തിൽ, ഏത് ജീവിതാന്തസ്സാവട്ടെ പ്രിയപ്പെട്ടവരെ, വളരെ എളുപ്പമാണ്. കാരണം നമ്മളൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് പോകുന്നു,
ആ കാര്യത്തെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. കാരണം ഈ പരിശുദ്ധാത്മാവ് നമുക്കത് മനസ്സിലാക്കി തരും. ഈ കാര്യത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായാൽ സ്വർഗം സന്തോഷിച്ചു, നമ്മുടെ ജീവിതം ധന്യമായി. അപ്പോൾ നമുക്ക് വേണ്ടത്, അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഒരു ഉറ്റ സൗഹൃദം പുലർത്താനായിട്ട് നമുക്ക് സാധിക്കും, ഒരു ഉറ്റ ബന്ധത്തിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും. ആരാണ് ഈ സഹായകൻ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ മറ്റൊരു വാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ മനസ്സറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നിത്യസഹായകനാണ്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും ഈ സഹായകനെ കൂട്ടുപിടിച്ച് ഈ സഹായകൻ്റെ കൂടെ നടക്കാനായിട്ട് നാം അഭ്യസിച്ചു കഴിഞ്ഞാൽ, നാം പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളും വളരെ എളുപ്പത്തിലായി നമുക്ക് നിർവഹിക്കാനായിട്ട് കഴിയും. ഒരു വിദ്യാർത്ഥി, ഒരു സ്കൂളിലേക്ക് പോകുന്നൊരു കുഞ്ഞ് പരിശുദ്ധാത്മാവാവുന്ന കൂട്ടുകാരനെ കൂട്ടുപിടിച്ചിട്ട് മറ്റു കൂട്ടുകാരെ ആരും വേണ്ട എന്നർത്ഥമില്ല. പക്ഷേ ഉറ്റ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കണം. എനിക്ക് ദാനമായി തന്ന, എനിക്ക് ദാനമായി കിട്ടിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം. ഈ പരിശുദ്ധാത്മാവാവുന്ന കൂട്ടുകാരൻ എനിക്ക് ഉറ്റ കൂട്ടുകാരനായി മാറുമ്പോൾ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നു. പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ കോപ്പി അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചോദിച്ച് എഴുതേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഈ പരിശുദ്ധാത്മാവ് കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി തരും. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കുടുംബനാഥൻ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, നീ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്നെ സഹായിക്കാനല്ലേ ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലെ ഉറ്റ സുഹൃത്തായി മാറുമ്പോൾ ഒരു കുടുംബജീവിതം ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് വേറെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ഒരു ജീവിത പങ്കാളി, ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു നല്ല ഭാര്യയായിരിക്കേണ്ടത്, ഒരു നല്ല അമ്മയായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ഈ പരിശുദ്ധാത്മാവ് ഉറ്റ സുഹൃത്തായിട്ട് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും എങ്ങനെയാണ് ഒരു നല്ല ഭാര്യയാവേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല അമ്മയാകേണ്ടത്. ഇതേത് ജീവിതാന്തസ്സിനും ഇത് ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അതിൻ്റെ വചനം പറയുന്നു, കാരണം ദൈവത്തിൻ്റെ മനസ്സറിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്നിട്ട് അതിനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കി തരുകയാണ് അടുത്ത വചനം. മനുഷ്യാത്മാവ് മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ്? എൻ്റെ മനസ്സ് പുറമെ നിൽക്കുന്ന ആർക്കും മനസ്സിലാവില്ല എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന്. കാണുമ്പോൾ നല്ല ഭക്തിയോടെ നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിരിച്ച് കാണിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കരഞ്ഞു കാണിക്കുന്നുണ്ടാകാം. എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വഴി അത് പല വിധത്തിലാകാം. ഈ കാണുന്നതിനപ്പുറത്ത് എൻ്റെ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യവും കൂടെ ചിലപ്പോൾ ഉണ്ടാകാം. ശാന്തമായിട്ടൊക്കെ നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴും എൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന മറ്റു പല കാര്യങ്ങളുമാകാം. വചനം പറയുകയാണ്, ഇത് പുറമെ നിൽക്കുന്ന ആർക്കും മനസ്സിലാവില്ല, പക്ഷെ ആർക്ക് മനസ്സിലാകും? എൻ്റെ ആത്മാവിന് മനസ്സിലാകും എൻ്റെ ഉള്ളിലൂടെ എന്താണ് നടന്നു പോകുന്നതെന്ന്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മനസ്സറിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ലോകത്ത് എന്നെ ഏൽപ്പിച്ച എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും സുഖകരമായും ഏറ്റവും പെർഫെക്റ്റായി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാനായിട്ട് എനിക്ക് സാധിക്കാൻ പരിശുദ്ധാത്മാവിനെ കൂട്ടുവിളിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഒരു പുഷ്പിച്ചു നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് മാറും. നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ അതൊരു രൂപാന്തരപ്പെടുത്തുന്ന അമ്മേ. അതിനൊരു നല്ല ഉദാഹരണമാണ് സമരിയാക്കാരി സ്ത്രീ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നല്ല സമരിയക്കാരി സ്ത്രീയുടെ ഉപമ പറയുന്നുണ്ടല്ലോ. യേശുവും സമരിയക്കാരി സ്ത്രീയും. ഈശോ ഇങ്ങനെ ഒരു കിണറിൻ്റെ അടുത്ത് പോയി നിന്ന് വെള്ളം ചോദിച്ചുകൊണ്ടെന്ന് ദാഹിക്കുന്ന ഒരു വ്യക്തിയെ പോലെ കിണറിൻ്റെ അരികിൽ പോയി നിന്ന് വെള്ളം കോരാൻ വന്ന സമരിയക്കാരി സ്ത്രീയോട് വെള്ളം ചോദിച്ച് അവരുമായി സംസാരം ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈശോ പറയുന്നില്ലേ, എനിക്കല്പം കുടിക്കാൻ തരുമോ?
അപ്പോൾ സ്ത്രീ പറഞ്ഞു, നീ ഒരു യഹൂദനാണ്, കാണുമ്പോൾ നീ ഒരു യഹൂദനാണ്, യഹൂദ ലുക്കാണ് നിനക്കുള്ളത്. ഒരു യഹൂദനും സമരിയക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരിക്കെ നീ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? അവിടെ തുടങ്ങി ഈശോ ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. നിന്നോട് ചോദിക്കുന്നവർ ആരാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ കാണുമ്പോൾ ഭാഗ്യമായി കണ്ട ഒരു യഹൂദനൊക്കെ ആയിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ വെറും ഒരു യഹൂദനല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ ആരോ ആണ്. ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുമായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, നീ ആരാണ്? നീ കാണുമ്പോൾ ഒരു യഹൂദനെ പോലെയുണ്ട്. പിന്നെ പറഞ്ഞു, നീ ഒരു പ്രവാചകനെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംസാരത്തിനുള്ളിൽ ഈശോ ഈ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോയുടെ ആത്മാവ് ഈ സ്ത്രീയിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഈ സ്ത്രീ പോലും അറിയാതെ ഈ സ്ത്രീയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയാണ്. എന്നിട്ട് ഈ സ്ത്രീ വചനം പറയുകയാണ്, ഈ സ്ത്രീ എന്ത് ചെയ്തു? കുടം അവിടെ വെച്ചു. വെള്ളം കോരാൻ വന്ന സ്ത്രീക്ക് പിന്നെ വെള്ളം വേണ്ട. സ്ത്രീ അവിടെ കുടം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി എന്ന് വചനം പറയുകയാണ്. 28-ാമത്തെ വചനം പറയുന്നു, ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഒരാളെ, നിങ്ങളും വന്ന് കാണുവേൻ. എന്നിട്ട് ആ സ്ത്രീ അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ്. 39-ാമത്തെ വചനം വരുമ്പോഴേക്കും അവൾ പറയുകയാണ്, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. അപ്പം നോക്കിയേ, യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയായി മാറുകയാണ്. ഈ യേശു ക്രിസ്തുവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, ദൈവം തൻ്റെ ആത്മാവിനെ ഈ സ്ത്രീക്ക് ദാനമായി കൊടുക്കുകയാണ്. ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിന്ന് കേട്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ, യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ അവൾ തൻ്റെ ജീവിതം, അവളുടെ വഴി മാറി. അവളുടെ ദൗത്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. വെറുതെ ഈ വെള്ളം കോരി നടക്കേണ്ടവളല്ല താനെന്ന് മനസ്സിലായി. അവൾ സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ തുടങ്ങി. അവൾ അനേകരെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഈശോയുടെ സാക്ഷിയായിട്ട് അവൾ മാറി. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ പോലും അറിയാതെ മറ്റൊരു ജീവിതമായിട്ട് മാറും. യഥാർത്ഥത്തിൽ നമ്മുടെ വിളി എന്ന് പറയുന്നത് സാക്ഷ്യ ജീവിതമാണ്. ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ദൈവം നമ്മിലേക്ക് വർഷിക്കുന്ന നാളുകളാണ്. പന്തക്കൊസ്ത നാള്, അതിനുശേഷമുള്ള സ്ലീഹമാരുടെ കാലഘട്ടം, ഇതൊക്കെ ഫലം പുറപ്പെടുവിക്കുന്ന സാക്ഷ്യ ജീവിതം നയിക്കാൻ തിരുസഭ നമ്മെ വിളിക്കുന്ന, നമ്മോട് ആഹ്വാനം ചെയ്യുന്ന, അതിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് ആത്മാവ് തരുന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് സാക്ഷ്യജീവിതം നയിച്ച്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ മറ്റൊരു വ്യക്തിയായി തീരട്ടെ, യേശുവിൻ്റെ സാക്ഷികളായി മാറട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉറ്റമിത്രമായി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ. നാം ഓരോരുത്തരും ആത്മാവിനെ നിറഞ്ഞ് ജ്വലിക്കുന്നവരായി മാറട്ടെ. ആത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.